ഹലോ, മിസ്റ്റേക്ക് ഏഞ്ചല് ഗൈഡൻസസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങില് നമ്മുടെ ടോപ്പിക് ഇതാണ്: എന്റെ ബോസ് എന്റെ വർക്കിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. അതായത് എന്റെ കളക്ടീവ്സിന്റെ ബോസ് അവരുടെ വർക്കിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ കാർഡ്സിനനുസരിച്ച് ഏഞ്ചൽസ് പറയുന്നത് ഇതാണ്: നിങ്ങൾ വളരെ പെട്ടെന്ന് കുറെ ജോലികൾ ഒരുമിച്ച് ചെയ്യും, അത് വളരെ ഭംഗിയായിട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷകളായിരുന്നു നിങ്ങളുടെ ബോസിന് ആദ്യം ഉണ്ടായിരുന്നു. അത് വെച്ച് നിങ്ങൾക്ക് ഒരുപാട് ജോലികൾ തരികയും ഒരുപാട് മുകളിൽ നിന്ന് ഒരുപാട് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്ത് കിട്ടാനും അതുപോലെ തന്നെ അത് ആക്യുറേറ്റ് ആയിട്ട് കിട്ടാനും ആൾക്ക് വളരെയധികം എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ആ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് ദേഷ്യം വരികയും നിങ്ങളെ വഴക്ക് പറയുക, അങ്ങനെ നിങ്ങളുടെ ജോലിയിൽ അസംതൃപ്തി കാണിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആളതിന് വഴക്ക് പറയും, അങ്ങനെ വളരെ മോശമായും പരുഷമായും അതിനു വേണ്ടി പെരുമാറിയിട്ടുണ്ട്. ഇപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോസിന് അതേക്കുറിച്ച് ഓർത്തിട്ട് ഭയങ്കര വിഷമമുണ്ട്. ആളത്ര എന്താ പറയാ, നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു കാര്യം ചെയ്യാൻ കുറച്ച് സമയം എന്തായാലും വേണമല്ലോ. ആ സമയം നിങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ നിങ്ങള് അതിന്റെ മാതിരിക്ക് നിങ്ങൾ ചെയ്തേനെ എന്നുള്ള ഒരു കുറ്റബോധം ഇപ്പൊ അയാൾക്കുണ്ട്. നിങ്ങളുടെ ബോസിന് അറിയാം നിങ്ങൾ വളരെ നന്നായി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജോലിയും വളരെ പെർഫെക്റ്റ് ആണ്. ആൾക്ക് പിന്നെ ഇപ്പൊ ഒരു മനസ്സിലൊരു പേടിയുണ്ട്. നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള, നിങ്ങൾക്ക് സംതൃപ്തിയോടുകൂടി ജോലി ചെയ്യാനുള്ള സാഹചര്യം നിങ്ങൾക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജോലി വിട്ടെറിഞ്ഞ് പോകും എന്നുള്ളൊരു ചിന്താഗതി കൂടി ഇപ്പോ നിങ്ങളുടെ ബോസിന് നിങ്ങളെ കുറിച്ച് അങ്ങനെ ഒരു ചിന്ത കൂടിയുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, നിങ്ങൾ കഴിയുന്നത്ര നിങ്ങളുടെ ജോലി വളരെ പെർഫെക്റ്റ് ആയിട്ടും അതിന് വേണ്ട രീതിയിൽ വളരെ സത്യസന്ധമായി എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. ബാക്കി നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത്, അത് നിങ്ങളുടെ ഉൾവിളിക്കനുസരിച്ച് എന്താണോ ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുക. ഏത് മതക്കാരായാലും എങ്ങനെയായാലും നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കുക. വേണ്ട പ്രാർത്ഥനകളും മെഡിറ്റേഷനും അഫർമേഷൻസും അങ്ങനെ എല്ലാം ചെയ്യുക. നിങ്ങളുടെ ജോലി വളരെ ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോകുക. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് അതിന്റെ ഉചിതം പോലെ നിങ്ങളതെല്ലാം ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു പൊസിഷനിലെത്താനും നല്ല ഒരു പൊസിഷനിലെത്തുക, അല്ലെങ്കിൽ ചിലയിടത്ത് എന്താ പറയാ ശമ്പളം കൂട്ടി കൊടുക്കുന്ന രീതിയേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ നല്ല ശമ്പളത്തിലേക്ക് എത്താനും അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിലേക്ക് എത്താനും നിങ്ങൾക്ക് ഇപ്പൊ കഴിയും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി വളരെ സത്യസന്ധമായിട്ട് ചെയ്യുക. നിങ്ങളുടെ ഉൾവിളിക്ക് അനുസരിച്ച് എന്താണോ ശരി എന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക. നല്ലതുപോലെ പ്രാർത്ഥിക്കുക. എല്ലാത്തിനും ദൈവം ഒരു വഴി കാണും എന്നുള്ള പൂർണ്ണ വിശ്വാസം, ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകും. അപ്പൊ ഇത്രയാണ് ഏഞ്ചൽസ് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആയവര് നിങ്ങൾക്ക് ഈ റീഡിങ് കൊണ്ട് എന്ത് സഹായമുണ്ടായി അല്ലെങ്കിൽ എത്രത്തോളം ഇത് നിങ്ങൾക്ക് റെസനേറ്റഡ് ആയി എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടാൽ വളരെ നന്നായിരുന്നു. എനിക്കത് അറിയാൻ താല്പര്യമുണ്ട്. ഇതുപോലെ ഇനിയും റീഡിങ്സ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കൂടുതൽ പേരിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങൾക്കൊരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.